Module 2, third section, extreme values and saddle points. Derivative test for local extreme values. Definition, local maximum and local minimum. Let f of xy be defined on a region R containing the point ordered by AB. Then, f of AB is a local maximum value of f if f of AB greater than or equal to f of xy for all domain points ordered by xy in an open disk centered at ordered by AB. F of AB is a local minimum value of f if f of AB less than or equal to f of xy for all domain points xy in an open disk centered at ordered by AB. So local maximum and local minimum. F of AB, the local maximum value of f എന്ന് പറയണമെങ്കിൽ f of AB greater than or equal to f of xy ആയിരിക്കണം. For all domain points xy in an open disk centered at AB. AB സെൻറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഡിസ്കിൻ്റെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ബിയുടെ വാല്യൂവിനേക്കാൾ ലെസ് ആയിരിക്കണം. ലെസ് അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ ബി ഈസ് ദ ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് എഫ്. An example, here, this point, this is the local maximum. കാരണം ഈ പോയിന്റ് ഇത് സെൻറ്റർ ആയിട്ട് വരുന്ന എഫ് ഓഫ് എ ബിയിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ഫംഗ്ഷൻ്റെ കർവ്. സോ ഈ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ നെയ്ബർഹുഡ്, ഇതാണ് ഓപ്പൺ ഡിസ്ക് കാണിച്ചിരിക്കുന്നത്. ഓപ്പൺ ഡിസ്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബൗണ്ടറി പോയിന്റ്സ് ഇൻക്ലൂഡഡ് അല്ല, അതിൻ്റെ ഇൻസൈഡിലെ എല്ലാ പോയിന്റ്സും. അതിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കൺസിഡർ ചെയ്താൽ ഈ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂവിനേക്കാൾ ലെസ് ആണ്. സോ ദിസ് എ ലോക്കൽ മാക്സിമം. അതുപോലെ ദിസ് ഓൾസോ എ ലോക്കൽ മാക്സിമം. ഈ ഫംഗ്ഷന് ഒന്നിൽ കൂടുതൽ ലോക്കൽ മാക്സിമം വരുന്നുണ്ട്. ദിസ് ഓൾസോ എ ലോക്കൽ മാക്സിമം. ഈ പോയിന്റിൽ ഇതിൻ്റെ നെയ്ബർഹുഡിലെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ ഈ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടുത്തെ ഫംഗ്ഷൻ്റെ വാല്യൂവിനേക്കാൾ ഈ വാല്യൂവിനേക്കാൾ ലെസ് ആണ്. സോ ദിസ് ഓൾസോ ലോക്കൽ മാക്സിമം. അഗൈൻ ലോക്കൽ മിനിമം. ഓക്കെ, ദിസ് എ ലോക്കൽ മിനിമം. ഇതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ പോയിന്റ് ഇതാണ് ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ നെയ്ബർഹുഡിലെ ഫംഗ്ഷൻ്റെ വാല്യൂ എല്ലാം അതിനേക്കാൾ ഗ്രേറ്റർ ആണ്. സോ ദിസ് എ ലോക്കൽ മിനിമം. ഇപ്പോൾ ഒരു ഫംഗ്ഷന് ഒന്നിൽ കൂടുതൽ ലോക്കൽ മാക്സിമം ഒന്നിൽ കൂടുതൽ ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യാം. എ ലോക്കൽ മാക്സിമം ഈസ് എ മൗണ്ടൻ പീക്ക് ആൻഡ് എ ലോക്കൽ മിനിമം ഈസ് എ വാലി ലോ. ഓക്കെ, now at such points, that means at local maximum and local minimum points, the tangent plane when they exist are horizontal. നോക്കാം, ഈ പോയിന്റ്സിൽ ടാൻജൻറ്റ് പ്ലെയിൻസ്. സോ ഈ പോയിന്റിൽ ടാൻജൻറ്റ് പ്ലെയിൻ കൺസിഡർ ചെയ്താൽ, അതായത് ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഫംഗ്ഷന് ടാൻജൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയിൻ. ജസ്റ്റ് ഒന്ന് നോക്കാം, ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ, അതുപോലെ ഈ ഫംഗ്ഷൻ്റെ ഇതിന് ടാൻജൻ്റ് ആയിരിക്കണം. സോ നമുക്ക് ഇതിൽ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ മാത്രമേ ഈ ഫംഗ്ഷനെ ടച്ച് ചെയ്യാവുള്ളൂ. 3 ഡയമെൻഷനായിട്ട് ഇമാജിൻ ചെയ്യുക. സോ ഇതെന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിന് ഹൊറിസോണ്ടലായിരിക്കും. അതുപോലെ ഇവിടുത്തെ ടാൻജൻറ്റ് പ്ലെയിൻ വരച്ചാലും അത് എക്സ് വൈ പ്ലെയിനിന് ഹൊറിസോണ്ടലായിരിക്കും. ഇവിടെ ടാൻജൻറ്റ് പ്ലെയിൻ വരച്ചാൽ അപ്പോൾ ഈ ഒരു പോയിന്റിൽ കൂടെ മാത്രം പാസ് ചെയ്യുന്ന പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഈ കർവിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫിനെ വേറൊരിടത്തും ടച്ച് ചെയ്യില്ല. സോ അങ്ങനെ വരയ്ക്കുന്ന ആ പ്ലെയിൻ എന്ന് പറയുന്നത് അത് എക്സ് വൈ പ്ലെയിനിന് പാരലായിരിക്കും, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരിക്കും. Now first derivative test for local extreme values. If f of xy has a local maximum or minimum value at an interior point AB of its domain, and if the first partial derivative exists there, then fx at AB equal to 0 and fy at AB equal to 0. എഫ് ഓഫ് എക്സ് വൈക്ക് ഒരു ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ ഒരു ഇൻറ്റീരിയർ പോയിന്റ് എ ബിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഡൊമൈനിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റിൽ അതിന് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ അവിടെ 0 ആയിരിക്കും. ആ പോയിന്റിൽ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് എ ബി 0 ആയിരിക്കും, ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് എ ബി 0 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷന് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ ഒരു ഇൻറ്റീരിയർ പോയിന്റിൽ ഫംഗ്ഷൻ ഡൊമൈനിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. Again, next a critical point. An interior point of the domain of a function f of xy where both fx and fy are 0 or where one or both of fx and fy do not exist is a critical point of f. So ഒരു ഇൻറ്റീരിയർ പോയിന്റ്, ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റ് അവിടെ എഫ് എക്സ് എഫ് വൈ ആ 0 രണ്ടും 0 ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യരുത്. അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുക. സോ ക്രിട്ടിക്കൽ പോയിന്റ് ജസ്റ്റ് ഡെഫിനിഷനേ ഉള്ളൂ.
The only points where a function f of xy can assume extreme values are critical points and boundary points. So, ഒരു ഫംഗ്ഷന് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് പിന്നെ ബൗണ്ടറി പോയിന്റ്സ് ആയിരിക്കും. അതായത് ക്രിട്ടിക്കൽ പോയിന്റിൽ എഫ് എക്സ് എഫ് വൈ 0 ആണ്. അപ്പം ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ആണെങ്കിൽ അവിടെ എഫ് എക്സ് എഫ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 0 ആയിരിക്കണം. സോ ഒന്നെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ബൗണ്ടറി പോയിന്റ്സിലും ഫംഗ്ഷന് എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാം. കാരണം ഇവിടെ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്. ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 0 ആയിരിക്കണം. ഒരു ഇൻറ്റീരിയർ പോയിന്റിൽ അതിന് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് പോയിന്റ് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം വരിക. അപ്പോൾ ഇൻറ്റീരിയർ പോയിന്റിൽ ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ അവിടെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ അത് ബൗണ്ടറി പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം കാണാൻ പറഞ്ഞാൽ ഒന്ന് ക്രിട്ടിക്കൽ പോയിന്റ് ആണോ ചെക്ക് ചെയ്യുക. ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ അവിടെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ പിന്നെ ബൗണ്ടറി പോയിന്റ്സും ചെക്ക് ചെയ്യുക, അവിടെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ആണോ. നെക്സ്റ്റ് സാഡിൽ പോയിന്റ്. A differentiable function f of xy has a saddle point at a critical point AB if in every open disk centered at AB there are domain points xy where f of xy greater than f of AB and domain points ordered pair xy where f of xy less than f of AB. The corresponding point AB f of AB on the surface z equal to f of xy is called a saddle point of the surface. So saddle point, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന് സാഡിൽ പോയിന്റ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് എ ബി, ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ അതിന് സാഡിൽ പോയിന്റ് ഉണ്ടെന്ന് പറയണമെങ്കിൽ ആ പോയിന്റിന് നൈബർഹുഡ്, ആ പോയിന്റ് സെൻറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്യുക. ദെൻ അതിൻ്റെ നെയ്ബർഹുഡിൽ എല്ലാ പോയിന്റും ഏത് എക്സ് വൈ എടുത്താലും എഫ് ഓഫ് എക്സ് വൈ എഫ് ഓഫ് എ ബിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള പോയിന്റ് കാണണം. അതുപോലെ എഫ് ഓഫ് എക്സ് വൈ എഫ് ഓഫ് എ ബിനേക്കാൾ ലെസ് ആയിട്ടുള്ള പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ വരികയാണെങ്കിൽ എ ബി എഫ് ഓഫ് എ ബി എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഫംഗ്ഷൻ്റെ ആ ഫംഗ്ഷനിലെ ആ പർട്ടിക്കുലർ വാല്യൂവിലെ ഫംഗ്ഷൻ്റെ വാല്യൂ, ദാറ്റ്സ് കോൾഡ് എ സാഡിൽ പോയിന്റ് ഓഫ് ദി സർഫസ്. ഫോർ എക്സാമ്പിൾ ഹിയർ ഒറിജിൻ, ദിസ് ഇസ് എ സാഡിൽ പോയിന്റ്. കാരണം ഒറിജിൻ സെൻറ്ററായിട്ട് ഏതൊരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്താലും ആ ഡിസ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ, ഒറിജിനിലെ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത് 0 ആണ്. ഇവിടെ 0 0 0 ആണ് ഒറിജിനിലെ ഫംഗ്ഷൻ്റെ വാല്യൂ. സോ ഗ്രാഫ് നോക്കുക, ഒറിജിനിൽ അത് എക്സ് വൈ സെഡ് വാല്യൂ 0 വരുന്നുണ്ട്. ദെൻ ഇത് നെയ്ബർഹുഡായിട്ട് ഇത് സെൻറ്ററായിട്ടുള്ള ഏതൊരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്താലും ആ ഡിസ്കിൽ ഫംഗ്ഷന് ഈ ഒറിജിനിലെ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ വാല്യൂ വരുന്ന പോയിൻറ്റ്സും ഉണ്ട്, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഒറിജിനേക്കാൾ ഗ്രേറ്ററും ആവുന്നുണ്ട്. അതുപോലെ ഒറിജിനിലെ വാല്യൂ ഒറിജിനിലെ ഫംഗ്ഷൻ്റെ വാല്യൂവിനേക്കാൾ ലെസ് ഫംഗ്ഷൻ്റെ വാല്യൂ വരുന്ന പോയിൻറ്റ്സും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഷേപ്പ് നോക്കുക. ഈ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഒറിജിനൽ വാല്യൂവിനേക്കാൾ ഇൻക്രീസ് ചെയ്യും, ഈ ഡയറക്ഷനിൽ അത് ഡിക്രീസ് ചെയ്യും. സോ ഒറിജിൻ സെൻറ്ററായിട്ട് ഏത് നെയ്ബർഹുഡ് എടുത്താലും ഫംഗ്ഷന് ഒറിജിനേക്കാൾ കൂടുതൽ വാല്യൂ വരുന്നുണ്ട്, ഇതുപോലെ കുറവ് വാല്യൂ വരുന്ന പോയിൻറ്റും ഉണ്ട്. അഗെയിൻ സ്ക്വാബർ, ഇവിടെയും ഒറിജിൻ ഒരു സാഡിൽ പോയിൻ്റാണ്. കാരണം ഒറിജിൻ്റെ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഒറിജിനേക്കാൾ ലെസ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സും ഉണ്ട്, അതുപോലെ ഗ്രേറ്റർ ആയിട്ടും വരുന്നുണ്ട്. സോ ദിസ് ഓൾസോ എ സാഡിൽ പോയിന്റ്. Okay. Next, find the local extreme values of f of xy equal to x square plus y square. ഫംഗ്ഷൻ്റെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് കാണാനാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ചെക്ക് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഡൊമൈൻ ഓഫ് എഫ്, ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ ആദ്യം കൺസിഡർ ചെയ്യുക. ഇവിടെ ഈ ഫംഗ്ഷൻ നമുക്ക് ഡൊമൈൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിഫൈൻഡ് ആണോ അവിടെയെല്ലാം നമുക്ക് ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, നമുക്ക് എൻ്റർ പ്ലെയിനിൽ അത് ഡിഫൈൻഡ് ആണ്, എക്സ് വൈ പ്ലെയിനിൽ ഫുൾ അത് ഡിഫൈൻഡ് ആണ്. സോ നമുക്ക് എക്സ് വൈ പ്ലെയിൻ ഫുൾ ഇവിടുത്തെ ഡൊമൈനാണ്, എൻ്റർ പ്ലെയിൻ നമ്മുടെ ഡൊമൈനാണ്. സോ ബൗണ്ടറി പോയിൻറ്റ്സ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണാൻ ക്രിട്ടിക്കൽ പോയിൻറ്റ്സും ബൗണ്ടറി പോയിൻറ്റ്സുമാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ നോട്ടി പറഞ്ഞതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ബൗണ്ടറി പോയിൻറ്റ്സ് ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ബൗണ്ടറി പോയിൻറ്റ്സ്, എൻ്റെ പ്ലെയിനിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ ഇവിടെ ബൗണ്ടറി പോയിൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കുക. എഫ് എക്സിസ് ക്രിട്ടിക്കൽ പോയിന്റ് കാണണമെങ്കിൽ ഒന്നെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് ഉണ്ടോ നോക്കുക, അതല്ലെങ്കിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെല്ലാം 2 0 ആയിരിക്കുന്ന പോയിന്റ്. ഇവിടെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് നോക്കാം. ഡോ എഫ് ബൈ ഡോ എക്സ് 2x, ഡോ എഫ് ബൈ ഡോ വൈ 2y. സോ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ എവരിവർ.
ഡൊമൈനിൽ ഫുൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ട് 0 വരുന്ന പോയിൻ്റാണ്. പിന്നെ ക്രിട്ടിക്കൽ പോയിൻ്റ് എക്സ്ട്രീം. സോ എക്സ്ട്രീം വാല്യൂസ് ഒക്കെ ചെയ്യുന്നത് ഇത് 0 വരുന്ന പോയിൻറ്റ്സിൽ fx 0 fy 0. സോ fx 0 ആണെങ്കിൽ x 0, fy 0 ആണെങ്കിൽ y 0. അപ്പോൾ 0 0 ഒരു പോസിബിലിറ്റി ഉള്ളത് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ 0 0 ഫംഗ്ഷൻ്റെ വാല്യൂ നോക്കുക. 0 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0² + 0² ദാറ്റ് ഈസ് 0. സോ 0 0 ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ 0 0 ഇനി ഫംഗ്ഷൻ ഇത് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ നോക്കാൻ നോക്കുക. ഫംഗ്ഷൻ x² + y² ആണ്. സോ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 0 0 എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ ആണ്. സോ ദാറ്റ്സ് എ ലോക്കൽ മിനിമം. ഫംഗ്ഷൻ ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരുന്നില്ല. സോ 0 0 എന്ന് പറയുന്നത് ഓൾവേസ് എ ലോക്കൽ മിനിമം. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് if any of f of x y equal to y square minus x square. ഇതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നതിൻ്റെ ഡൊമൈൻ ഏതാണെന്ന് നോക്കുക. ഇവിടെ ഡൊമൈൻ തന്നിട്ടില്ല. സോ ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഡിഫൈൻഡ് ആണോ നമുക്ക് ഡൊമൈനായിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ ഫംഗ്ഷൻ എക്സ് വൈ പ്ലെയിനിൽ ഫുൾ ഡിഫൈൻഡ് ആണ്. സോ എഫ് ഇസ് ദ എൻ്റയർ പ്ലെയിൻ ഒരു ഡൊമൈനാണ്. സോ നമുക്ക് ഡൊമൈൻ കിട്ടി. സോ ഇതിന് ബൗണ്ടറി പോയിൻറ്റ്സ് ഇല്ല. അപ്പോൾ ബൗണ്ടറി പോയിൻറ്റ്സ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഉണ്ടോ നോക്കുക. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കണം. അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് dou(f/dou(x) -2x dou(f/dou(y) 2y. സോ -2x ഉം 2y എൻ്റെ പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്ത് ഇനി ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇത് രണ്ട് 0 വരുന്ന പോയിൻറ്റ്സ്. സോ -2x 0 2y 0 ദാറ്റ് മീൻസ് x 0 y 0. അപ്പോൾ 0 0 ഇതിൻ്റെ ലോക്കൽ എക്സ്ട്രീം എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനാണ് 0 0. സോ ഈ 0 0 ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ നമുക്ക് ഈ 0 0 എന്ന പോയിന്റിൽ പോസിറ്റീവ് എക്സ് ആക്സിലൂടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 0 എന്ന പോയിന്റിൻ്റെ നൈബർഹുഡ് കൺസിഡർ ചെയ്യുന്നു. എക്സ് വൈ പ്ലെയിനിൽ 0 0 എന്ന പോയിന്റ് ഇതിൻ്റെ ഒരു നൈബർഹുഡ് കൺസിഡർ ചെയ്താൽ ഓക്കെ അതിൻ്റെ ഓപ്പൺ ഡിസ്ക് സെൻറ്ററായിട്ടുള്ളൊരു ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്താൽ ഈ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നോക്കുക പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അവിടെ y 0 അപ്പോൾ f of x 0 അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. y 0 സോ -x². ഇവിടെയെല്ലാം ഈ x 0യുടെ നെയ്ബർഹുഡിൽ പോസിറ്റീവ് എക്സ് ആക്സിലൂടെ വരികയാണെങ്കിൽ ഇവിടെയെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. -x² ഫംഗ്ഷൻ്റെ വാല്യൂ. സോ നെഗറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് y ആക്സിലൂടെ ഫംഗ്ഷനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ 0 0 മൂവ് ചെയ്യുകയാണെങ്കിൽ നോക്കുക എക്സ് വാല്യൂ 0 പോസിറ്റീവ് y ആക്സ് ആണ്. സോ എക്സ് വാല്യൂ അവിടെ 0 y വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ എന്തുവരും f of xy equal to y² - x². എക്സ് വാല്യൂ 0 സോ f of xy എന്ന് പറയുന്നത് y² ആണ്. പോസിറ്റീവ് y ആക്സിലൂടെ വരുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇപ്പോഴും y² സോ y² എന്ന് പറയുമ്പോൾ അത് ഓൾവേസ് പോസിറ്റീവ് ആണ്. സോ 0യുടെ നെയ്ബർഹുഡിൽ അതിലൂടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെയെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ ഈ പോയിൻറ്റ്സിലെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സിലെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവാണ്. സോ 0 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0. സോ ഈ 0 0യുടെ ഏത് സെൻറ്ററായിട്ടുള്ള ഏത് നെയ്ബർഹുഡ് ഏത് ഓപ്പൺ ഡിസ്ക് കൺസിഡർ ചെയ്താലും അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 0യുടെ വാല്യൂനൊക്കെ ലെസ് ആയിട്ടുള്ള വാല്യൂസും ഉണ്ട് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസും ഉണ്ട്. സോ 0 0 എന്ന് പറയുന്നത് അവിടെ ഒരു സാഡിൽ പോയിൻ്റാണ്. So അവിടെ no local extreme values, only saddle points. Okay.